ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ദേവദാസനെ ക്ഷണിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഈ ജംഗ്ഷനിൽ വന്നു നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ പ്രസംഗിക്കുവാൻ സർവകൃപാലുവായ ദൈവം തന്ന നല്ല സമയത്തിനാണ് നന്ദിയോടെ ദൈവത്തെ സ്തുതി. തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് മുൻപ് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എന്നും എപ്പോഴും വലിയ അനുഗ്രഹമായി തന്നെ തീരട്ടെ എന്ന പ്രാർത്ഥന. തിരുവചനത്തിൽ നിന്ന് അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്രകാരം. ഇവിടെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമരിയാക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങി. അപ്പോൾ ശമരിയാക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. യഹൂദന്മാരാൽ വെറുക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ശമരിയ നിവാസികൾ. അവരുടെ അടുത്തേക്ക് സുവിശേഷം അറിയിച്ചുകൊണ്ട് ചെന്നിരിക്കുകയാണ് അപ്പോസ്തലൻ. കാരണം ആ പട്ടണത്തിൽ ആരും അങ്ങനെ സുവിശേഷം അറിയിക്കുവാൻ കടന്നു പോവുകയില്ല. എന്താണെന്ന് ചോദിച്ചെന്നാൽ യഹൂദന്മാരാരും ആ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയില്ല എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ ജാതീയമായിട്ടുള്ള ആരും തന്നെ സുവിശേഷം അറിയിക്കുന്നവരായി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങി. ഞങ്ങളും ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒടുവിൽ യെരുശലേമിലേക്ക് മടങ്ങി പോകും. അതാണ് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനം എന്ന് പറയുന്ന പുത്തൻ യെരുശലേം. ആ യെരുശലേമിലേക്ക് നാം എല്ലാവരും ഒരിക്കൽ മടങ്ങിപ്പോകണം, മടങ്ങി ചെല്ലണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എല്ലാവരും സുവിശേഷം അറിയിച്ചും കൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വാക്യം വന്ന് ശ്രദ്ധിക്കേണ്ടത്. ഈ കാലഘട്ടത്തെ നാം മനസ്സിലാക്കുന്നുവെങ്കിൽ, നാം തിരിച്ചറിയുന്നുവെങ്കിൽ, ഇവിടെ പറയുകയാണ് കർത്താവ് അപ്പോസ്തലനായ ഫിലിപ്പോസിനോടാണ് പറയുന്നത്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ ഗസ ഇന്ന് നിർജ്ജനം. ഇപ്പോഴും ഗസ നിർജ്ജനമാണ്. മനുഷ്യനവിടെ ഭയപ്പെടുകയാണ് ജീവിക്കുവാൻ.
അപ്പോൾ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും എത്ര കൃത്യമാണെന്നും പ്രവചനങ്ങൾ നമ്മളുടെ കൺമുൻപിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ അതെടുത്ത് ഒരിക്കൽ കൂടി പറയുവാൻ ഇടയായി. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന എത്യോപ്യൻ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡൻ ഒരു രാജ്യത്തിന്റെ സകല സമ്പത്തിന്റെയും മേൽവിചാരകനാണ് ഷണ്ഡൻ. ഷണ്ഡന് കണക്കുകളൊക്കെ നല്ലതുപോലെ അറിയാം, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല പരിജ്ഞാനമുണ്ട്. എന്നാൽ ദൈവത്തെ പറ്റിയോ ദൈവവചനത്തെ പറ്റിയോ ഇദ്ദേഹത്തിന് യാതൊന്നും അറിഞ്ഞുകൂടാ. ഇദ്ദേഹം വലിയ ഭക്തനാണ് താൻ. അദ്ദേഹം കിലോമീറ്ററുകൾ തേരിൽ യാത്ര ചെയ്താണ് യെരുശലേമിൽ വന്ന് ആരാധന കഴിച്ച് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ മടങ്ങിപ്പോകുന്ന വഴി ആണ് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ ഫിലിപ്പോസിനോട് പറയുന്നത്, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പുറപ്പെട്ടു ചെല്ലുവാൻ. അവിടെ ഫിലിപ്പോസ് എത്തിയപ്പോൾ ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു ഫിലിപ്പോസ് ഓടിച്ചെന്ന് ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തേരിനോട് തന്നോട് കൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. കാരണം ബൈബിൾ വായിക്കുന്നുണ്ട് അദ്ദേഹം. ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിലും അതിലെന്താ എഴുതിയിരിക്കുന്നത്, അതിന്റെ പൊരുൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അതാണ് പ്രിയമുള്ളവരെ ആദ്യം പറഞ്ഞത്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ സകല സമ്പത്തിന്റെയും മേൽവിചാരകനാണ്, അല്ലാതെ കുറഞ്ഞ മനുഷ്യനല്ല. വലിയ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ദൈവവും ദൈവത്തെ പറ്റിയുള്ള വിശ്വാസവും അദ്ദേഹത്തിനുണ്ടെങ്കിലും എന്താണ് താൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് താൻ ദൈവത്തെ അറിയേണ്ടത്, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. അതാണ് ഇവിടെ അപ്പോസ്തലനായ ഫിലിപ്പോസിനോട് പറയുവാൻ ഇടയായി തീർന്നത്. ഒരുവൻ പൊരുള് തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ മനസ്സിലാകുമെന്ന്. പൊരുള് തിരിച്ചു തരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരിൽ വസിക്കണം. മനുഷ്യരിൽ വസിക്കുമ്പോഴാണ് ദൈവ ആത്മീയമായ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറയുന്ന കാര്യമല്ലെങ്കിൽ യേശുക്രിസ്തു മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ് എന്ന്. ആർക്ക് മറഞ്ഞിരുന്നു? ഈ ലോകത്തിന് മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ് യേശുക്രിസ്തു. കാരണം സകല മനുഷ്യരും അശുദ്ധരാണ്. അവരുടെ അശുദ്ധിയെ അവർക്ക് സ്വയം കഴുകിക്കളഞ്ഞ് ശുദ്ധരാകുവാൻ അവർക്ക് കഴിയുകയില്ല. അത് എപ്രകാരം ചെയ്യണമെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു മനുഷ്യനും സ്വയമായി കഴുകിക്കളയുവാൻ പറ്റുന്നതല്ല. ഓരോ മനുഷ്യരുടെയും രക്തത്തിൽ കലർന്നിരിക്കുന്നതായ അശുദ്ധി, ആ അശുദ്ധി നമ്മളിൽ വസിക്കുന്നിടത്തോളം കാലം പ്രിയമുള്ളവരെ, ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യഭവനം, അതായത് പുത്തൻ യെരൂശലേം, അവിടെ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ അവിടെ പ്രവേശിക്കുവാൻ അയോഗ്യരാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. സകല മനുഷ്യരും എന്റെ മക്കളാണ്, അവർ സകലരും എന്നോടുകൂടെ വസിക്കണം. അതിന് ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കാരണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കരുതലാണ് യേശുക്രിസ്തു.
ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ കൂടി 33.5 വയസ്സ് വരെ ജീവിച്ചു. ഓരോ മനുഷ്യന്റെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ അശുദ്ധിയെ നീക്കി അവർ വിശുദ്ധരാകുവാൻ വേണ്ടി യേശു കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലേക്ക് കരയേറിപ്പോയപ്പോൾ താൻ വീണ്ടും വരുമെന്ന് അവരോട് പറയുവാൻ ഇടയായി. ഇത് ഈ ഷണ്ടൻ അറിഞ്ഞുകൂടാ ഈ രഹസ്യം എന്താണ്. അതാണ് ഷണ്ടൻ പറഞ്ഞത്, പൊരുൾ ധരിച്ചു തരുവാൻ ഒരാളില്ല എങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന്. അപ്പോൾ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷകനാണ് യേശു. യേശുവിൽ കൂടി മാത്രമേ മനുഷ്യർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു കർത്താവെന്ന പുണ്യാഹ രക്തം പാപമില്ലാത്ത ആ രക്തത്താൽ കഴുകൽപ്പെട്ടെങ്കിൽ മാത്രമേ അവർ വിശുദ്ധരാകുകയുള്ളൂ. അതിവിടെ പറയുവാൻ ഞാൻ പറയുകയാണ്. പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവൻ ഇതാണ്. ഈ ഷണ്ടൻ വായിക്കുകയാണ്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുൻഭാഗം ഇണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ എന്ന്. ഇത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പറ്റിയാണ്. യേശു പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപന്റെ മുന്നിൽ നിൽക്കുമ്പോൾ യേശുവിനെ ന്യായം വിധിക്കുകയാണ്. യേശുവിനോട് അനേകം ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. യേശു എന്നാൽ ഒരു പാപവും ചെയ്തിട്ടില്ല, നീതിമാനാണ്, നിഷ്കളങ്കനുമാണ്. അതാണ് കുഞ്ഞാടെന്ന് യേശുവിനെ വിളിക്കുന്നത്. ഈ ഭാഗമാണ് ഈ ഷണ്ടൻ വായിച്ചത്, പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. ആ യേശുവിനെയാണ് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടത്. ആ തിരിച്ചറിവാണ് മനുഷ്യന് വേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥമായ സമാധാനവും സന്തോഷവും സ്നേഹവും ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാണെന്നും അതെനിക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് അനുഭവിക്കുവാൻ കഴിഞ്ഞതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഷണ്ടൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരേണം എന്നപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശു ക്രിസ്തുവിലുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ടൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ചേർന്നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ സ്നാനം യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ഒരു കഴുകലാണ്, ഒരു കുളിപ്പിക്കലാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപം മാഞ്ഞു പോകുകയുള്ളൂ, അവന്റെ രക്തം ശുദ്ധമാകുകയുള്ളൂ, അവൻ ദൈവരാജ്യത്തിന് യോഗ്യനായി തീരുകയുള്ളൂ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവൻ അവകാശിയാകുകയുള്ളൂ. അത് ഷണ്ടനെ ഫിലിപ്പോസ് പറഞ്ഞു ബോധ്യമാക്കിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി എന്ന് ചരിത്രം പഠിക്കുകയാണെങ്കിൽ കാണുവാൻ കഴിയും. ഗസ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അസ്തോദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 60 കിലോമീറ്റർ അകലം. ഞൊടിയുടെ കൊണ്ട് ദൈവം 60 കിലോമീറ്റർ അകലത്തേക്ക് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ഷണ്ടൻ തന്നെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി.
അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലും വലിയ സന്തോഷം മറ്റൊന്നുമല്ല. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, ദുരിതങ്ങൾ, വേദനകൾ, ദാരിദ്ര്യം, ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയെന്നാൽ ഈ ലോകത്തിലെ ജീവിതം സുഖമാണോ? സമാധാനം തരുന്നതാണോ? സന്തോഷം നൽകുന്നതാണോ? ഒന്നുമല്ല. എന്നാൽ ഇതൊക്കെയും നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ ഇതിന് അവസാനമില്ല. അവിടെ സന്തോഷം, ദൈവത്തോടു കൂടിയുള്ള വാസം, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഒരു പാപവും ചെയ്യാതെ യേശു ഏറ്റവും നികൃഷ്ടരായ മനുഷ്യർക്ക് കൊടുക്കുന്ന ശിക്ഷയായ ക്രൂശുമരണം വരിച്ചത് എന്ന് നാം ഓർക്കുമ്പോൾ ആ യേശുവിനെ നമുക്ക് തള്ളിക്കളയുവാൻ എങ്ങനെ കഴിയും? പിന്നെയും വഴിക്ക് പോയി ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയയിൽ എത്തി എന്ന്. ഞങ്ങളും പ്രിയമുള്ളവര് ഓരോ പട്ടണങ്ങളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിറ്റികളിലുമൊക്കെ ഈ ദൈവവചനം, ഈ സമാധാന സന്ദേശം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ ഈ കഷ്ടതകളെയൊക്കെയും നീക്കി നമുക്കൊരു സ്വസ്ഥത ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ജീവിതം അല്പകാലത്തേക്ക് മാത്രമെങ്കിലും കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദൈവഭവനത്തിൽ അവസാനമില്ലാത്ത ഒരു വാസം നമുക്ക് ദൈവത്തോട് കൂടെ ഉണ്ട്. അത് നാം ഒരിക്കലും നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യരുതേ. നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇത് തന്നെയാണ് ആ ഷണ്ഡനം ചെയ്തത്. ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്തു അദ്ദേഹം ദൈവരാജ്യത്തിന് അവകാശിയുമായി. അദ്ദേഹം സന്തോഷിച്ചുകൊണ്ട് മടങ്ങിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നത് എപ്പോഴാണ്, ആർ മുഖാന്തരമാണ് എന്ന് നാം പരിശോധിച്ചാൽ അത് യേശുക്രിസ്തു മുഖാന്തരം നമുക്കുണ്ടാകുന്ന സന്തോഷമാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ നമുക്കെല്ലാവർക്കും ആ പുത്തൻ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. ഒരുങ്ങിക്കൊള്ളണമേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.